ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ഒരു ക്രിസ്മസിൻ്റെ വീഡിയോ ആയിട്ടാണ്. ആദ്യം തന്നെ ഇന്ന് എല്ലാവർക്കും എൻ്റെ ഹാപ്പി ക്രിസ്മസ്. അപ്പോൾ നമ്മൾ സൂപ്പർ ഒരു പുൽക്കൂട് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത് എന്നൊക്കെയുള്ള എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് പോകാം നമ്മുടെ ക്രിസ്മസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക്. ഓക്കേ. എവിടെയാ കൊണ്ടുപോന്ന്? ആ ഇത് നല്ല തുടച്ച് വൃത്തിയാക്കുമല്ലോ ചെയ് പരിപാടി. എടാ അവിടെയാ? ആ അവിടെ കുറേ പുല്ലുണ്ടല്ലേ? ആ പുല്ലുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. മാമീനെ വിളിച്ചോ. നമ്മൾ പോവാണ് ഗൈസ്. തുള്ളി എങ്ങോട്ടാടി? ഇപ്പം നമ്മളെ ആടെല്ലാം ഇടിയുണ്ട് കേട്ടോ. നമുക്ക് കുറേ ആടിൻ്റെ കൃഷിയെല്ലാം ഉണ്ട്. ആടൊന്നും ഇല്ല, എല്ലാത്തിനെയും അമ്മ കൊണ്ടുപോയി പുറത്ത് കെട്ടിയിട്ടുണ്ട്. ഇതാ അടക്കിയതാ ഇവിടെ കൂട്ടിലേക്ക് കയറാൻ വേണ്ടി റെഡിയായി സെറ്റായി നിൽക്കുന്നുണ്ട്. ഇതാ നമ്മുടെ പുല്ല് പറിക്കുന്ന സ്ഥലം ഇതാണ് ഗൈസ്. ഇതാണ് നമ്മളെ വീട്. ഇതാ ഇവിടത്തേക്കാണ് നമ്മൾ വരുന്നത്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നാളെ ആകുമ്പോൾ ഗ്രൗണ്ടിൽ പോയിട്ടാണ് പുല്ലെല്ലാം പറിച്ചിന്. ഈ പ്രാവശ്യം നോക്കുമ്പോൾ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഇഷ്ടം പോലെ പുല്ലുണ്ട്. പിന്നെ നമ്മൾ എന്തിനാ ഗ്രൗണ്ടിൽ പോകുന്നു? സോ നമ്മൾ ഇങ്ങോട്ടേക്ക് വന്നു. ആടിൻ്റെ കുട്ടികളല്ലേ? വരൂ നക്ഷത്രേ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ മലയാളം പോയിട്ട് പറിച്ചേ. ഇതാ നല്ല പുല്ല്. ഈ പുല്ലാണ് നമുക്ക് വേണ്ടത്. വേണ്ട നല്ല പുല്ലല്ലേ? ഇതാ ഇത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ പറിച്ചോ, തുടങ്ങിക്കോ. അറ്റാക്ക്. തുടങ്ങിക്കോ. മാമി അതാ വലിച്ചെടുക്കുന്നു. ഇതാണ് നമ്മുടെ ഓണത്തിന് എള്ളുമ്പൂ പറിക്കുന്നതും എല്ലാം ഇവിടുന്നാണ്. അപ്പോൾ അവിടെയാണ് അമ്മ പച്ചക്കറി കൃഷി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നമ്മൾ ഇത് വെച്ച് മറക്കിയിട്ടാണ് ഉള്ളത്. കുറേ കിട്ടിയ ഇതാ ഞാനും കുറച്ച് പറിച്ചിട്ടുണ്ട് ഇന്ന്. അപ്പം അതാണ് നമ്മളെ വീട്. നമ്മൾ അവിടെ നിന്ന് ഇത്രയേ പേരുണ്ട് പിന്നെ പുല്ല് പറിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ സുഖമായിട്ട് ഇവിടെ എത്തി. പിടി നീ പിടിച്ചോ. ശരി കുടിക്കേ. കുറേ കാറ്റ് കിട്ടി. ഹായ് നീ എടുക്കണം. കൊണ്ട അറിഞ്ഞാ നോക്കട്ടെ. റെഡി എന്നറിഞ്ഞാ നമുക്ക് പോകാം. ബാ ഇനിയും കുറേ പുല്ലെല്ലാം ഉണ്ട് ഇടാ. അപ്പോൾ ഇതാ നമ്മളെ വീടിതാ. നമ്മൾ പോന്നാന്നേ. ലൈവ് പോയാൽ മതിയേന്. എന്നാ നടന്നോ. കേട്ടോ ആടിഞ്ഞൊന്നും നിന്നെ കയറ്റിയില്ലേ? നിങ്ങൾക്കുള്ള പുല്ലൊന്നുമല്ല. നമ്മളിതാ സാഹസികമായി നമ്മുടെ വീട്ടിലെത്തിയിരിക്കുന്നു ഗായ്സ്. എന്നാ വാ നിന്നെ കൂട്ടിയിട്ട് പോകാം. കാര്യണ്ട ക്രിസ്മസ് കൂട് കണ്ട പറിച്ചോ.
അപ്പൊ നേതൂട്ടിനെ കൂട്ടാണ്ടാന്ന് നമ്മൾ പോയി നേരത്തെ നേതൂട്ടൻ ഭയങ്കര കരച്ചിൽ. അപ്പൊ ഞാൻ വീണ്ടും നേതൂട്ടിനെയും കൂട്ടി ഇവിടെ വന്നു. എന്നിട്ട് നേതൂട്ടിനെ കുറച്ച് പുല്ലൊക്കെ പറിച്ചപ്പോ അതെ മോനെ അന്ന് പോയ ഗ്രൗണ്ടിൽ പോയിട്ടില്ല വാവേ. ഇതാടെ കുറേ ഉണ്ട്, നമുക്ക് അത് പറിക്കാലും പാ. ഇതാ ഇത് പറിക്ക്, ഇങ്ങനെ പറിക്ക്, ഇങ്ങനെ ഇണ്ടാ. എന്നാ ഗ്രൗണ്ടിൽ പോയി, ഇന്ന് പോയിട്ടില്ല. ഇന്ന് ഇവിടുന്നാ പറിച്ചു. ഇവിടെ ഇഷ്ടം പോലെ പുല്ലുണ്ട്. ഇതാ എത്ര കിട്ടി അമ്മക്ക്? എന്നാ പിടി, പുല്ല് കിട്ടിയില്ലേ? വാവ പറിച്ചോ. അമ്മ ഇവിടുന്നല്ലേ വീഡിയോ എടുത്ത് പുല്ല് പറിക്കാൻ പോയ സമയത്ത് നല്ല ഉറക്കേനു. ഉറങ്ങി എണീച്ചിട്ട് ആ ബഹളം വെച്ചിട്ട് ഞാൻ ആദ്യം കൂട്ടിയിട്ട് വന്നതാണ്. അപ്പോൾ പൂ പറിക്കുന്നൊക്കെ കാണിച്ചു കൊടുത്തു, പുല്ല് പറിക്കുന്നൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടുന്ന് അല്ലല്ലോ പറിച്ചേന്നാണ് അവൻ പറയുന്നത്. ഒരാൾ പോകുന്നുണ്ട് ആടിനെ പിടിക്കാൻ. ഇപ്പം പിടിക്കുന്നതായിരിക്കും ഗൈസ്. അപ്പം നമ്മൾ അതെല്ലാം കഴിഞ്ഞ് വന്നു. രാത്രിക്ക് നമ്മളെ ഈ കൂടിൻ്റെ താഴത്തെ പോർഷനിലുള്ള കഴിഞ്ഞ പ്രാവശ്യം ആക്കിയതൊക്കെ നശിച്ചു പോയിട്ടുണ്ടായിന്. അവിടെയൊക്കെ നല്ല പലകയൊക്കെ വെച്ച് അടിച്ചു. പിന്നെ നമ്മളൊരു ചെറിയ സ്റ്റാർ ഉണ്ടാക്കാനുള്ള പരിപാടിയിലാണ്. അതിന് വേണ്ടിയിട്ട് എൻ്റെ അനിയനാണ് ഇതാക്കുന്നത്. അപ്പോൾ നമ്മളതിന് ആവശ്യത്തിനുള്ള മുള മുറിച്ചെടുത്തിട്ട് ഇതേപോലെ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട്. പിന്നെ നമ്മളെ ക്രിസ്മസ് ട്രീ എല്ലാം ഇവിടെ സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ കാല് കഴിഞ്ഞ പ്രാവശ്യം പൊട്ടിപ്പോയിട്ടുണ്ടായിന്. അപ്പം ഞാനതിന് പുതിയ കാലൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്, റെഡിയാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയുള്ള ഡെക്കറേഷൻ ചെയ്യണം. പിന്നെ നമ്മുടെ സ്റ്റാറ് നന്നായിട്ട് കവർ ചെയ്തിട്ടെല്ലാം നല്ല സൂപ്പറാക്കണം. അപ്പം നമ്മൾ ഇത് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം റെഡ് കളർ തുണിയൊക്കെ വാങ്ങിച്ച് ചെയ്യാമെന്ന് വിചാരിച്ചത്. പിന്നെ വിചാരിച്ചത് നമ്മളധികം ബുദ്ധിമുട്ടുണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മളെ കയ്യിൽ തന്നെയുള്ള വെള്ള തുണി ഉപയോഗിച്ചിട്ട് അതിന് നമ്മൾ ഡൈ ചെയ്തിട്ടാണ് നമ്മൾ ഈ സ്റ്റാർ ആക്കിയത്. അപ്പോൾ ഇതാ സ്റ്റാറിൻ്റെ ഏകദേശ രൂപമാണ്. ഈ ഒരു മുള വെച്ചിട്ടാണ് നമ്മൾ ഈ സ്റ്റാർ റെഡിയാക്കിയത്. ഈ വെള്ള തുണിക്ക് നീല ഡൈ ആണ് നമ്മൾ ചെയ്തത്. പിന്നെ റെഡ് അധികം വേണ്ട എന്നുള്ളൊരു അഭിപ്രായത്തിൽ നമ്മൾ ഇങ്ങനെ ഒരു ചെറിയ രീതിക്ക് ചെയ്തു. കുറച്ചുകൂടി നല്ലതായിട്ട് വേണമെങ്കിൽ ചെയ്യാം. നമ്മൾ പിന്നെ കുറച്ച് അധികം റിസ്ക് എടുക്കാത്ത രീതിയിലാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും വലിയ സ്റ്റാറാണ്. ഇത് നമ്മൾ ഇതേപോലെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ നെക്സ്റ്റ് നമുക്ക് നമ്മുടെ ക്രിസ്മസ് കൂട് റെഡിയാക്കണം. അത് ഞാൻ ആദ്യം ഒരു സ്റ്റൂളിൻ്റെ മുകളിൽ എടുത്ത് വെച്ചു. ഇനി നമ്മൾ പറിച്ചു കൊണ്ടുവന്ന പുല്ല് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ക്രിസ്മസ് കൂട് റെഡിയാക്കാൻ പോവാണ്. പുല്ലെല്ലാം നമ്മൾ നല്ല വൃത്തിക്ക് കട്ട് ചെയ്ത് പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് അറേഞ്ച് ചെയ്ത് കൊടുത്തു. ഞാനും എൻ്റെ അനിയനും കൂടിയാണ് ഈ ക്രിസ്മസ് കൂട് നമ്മൾ റെഡിയാക്കിയത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ക്രിസ്മസ് ട്രീയിൽ വെച്ചിട്ടുള്ള കുറച്ച് ഹാങ്ങിങ്സ് എല്ലാം നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിട്ടുണ്ടായിന്. അത് തന്നെയാണ് യൂസ് ചെയ്തത്. പിന്നെ ഇപ്രാവശ്യം ഞാൻ കുറച്ച് എണ്ണം വാങ്ങിയിട്ടുണ്ട് പുതിയതായിട്ട്. അതും വെച്ച് നമ്മൾ സൂപ്പറായിട്ട് ഡെക്കറേഷനൊക്കെ ചെയ്ത് കൊടുത്തത്. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന എല്ലാ ആൾക്കാരും നമ്മളെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക. നമ്മുടെ മറ്റുള്ള എല്ലാ വീഡിയോസും കണ്ട് നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാനും ബ്രദറും കൂടിയിട്ടാണ് ഈ പുൽക്കൂടെല്ലാം ഉണ്ടാക്കുന്നത്. നമ്മുടെ ക്രിസ്മസ് കൂട് ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെയാണ് വേണ്ടത്. അപ്പോൾ ഇപ്രാവശ്യം ഞാൻ പുതുതായിട്ട് 2 സെറ്റ് ഹാങ്ങിങ്സ് വാങ്ങിയിട്ടുണ്ടായിന്. ഒന്ന് ഒരു ക്രിസ്മസ് പപ്പേൻ്റെയാണ്. അതിനകത്ത് 6 പീസ് ഉണ്ട്. അതിന് 40 രൂപയാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വാങ്ങിച്ചത് 12 പീസുള്ള ഒരു വൈറ്റ് ബോൾസാണ്. അതിന് 80 രൂപ വരുന്നത്. അപ്പോൾ അങ്ങനെ 2 സാധനം മാത്രമേ ഞാൻ ഇപ്രാവശ്യം വാങ്ങിയിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ഈ കുഞ്ഞ് ട്രീൻ്റെ അകത്ത് ഹാങ് ചെയ്ത് ഡെക്കറേഷൻ ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ നക്ഷത്രക്കുട്ടി എൻ്റെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടിയാണ് ഈ ട്രീ എല്ലാം സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കുഞ്ഞ് ക്രിസ്മസ് പപ്പാച്ചി അവൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. ഒന്നിനെ എനിക്ക് തരുമെന്നെല്ലാം ചോദിച്ചിനി, ഞാൻ കൊടുത്തിട്ടില്ല. അപ്പോൾ നേതൂട്ടനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ അകത്ത് നിന്ന് ഓരോ ക്രിസ്മസ് പപ്പേനെ എടുത്തിട്ട് കൊണ്ടുപോകും. പിന്നെ ഞാൻ അത് വാങ്ങിയിട്ട് ആദ്യം ഹോൾഡ് ചെയ്ത് വെക്കുക ചെയ്യുന്നത്. പക്ഷേ അധികം ഒന്നും കളഞ്ഞിട്ടില്ല കേട്ടോ കുട്ടികൾ.
അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ കുറച്ച് ക്രിസ്മസ് ഡെക്കറേഷൻസൊക്കെ ഉണ്ടായിനി, അതും നമ്മൾ പരതിയെടുത്തു. അതും കൂടി നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് കൂടും ഡെക്കറേഷൻ ചെയ്തെടുത്തത്. അതൊക്കെ കഴിഞ്ഞ് ഈവനിങ് ആയപ്പോൾ നമ്മുടെ നേതൂട്ടനെ നമ്മൾ ക്രിസ്മസ് പപ്പയാക്കി റെഡിയാക്കിയിട്ടുണ്ട്. ഭയങ്കര സന്തോഷത്തോടെ ഒരാൾ വരുന്നുണ്ട് കേട്ടാ. പിന്നെ നമ്മൾ അവനെ വെച്ച് ചെറിയൊരു കുഞ്ഞ് ഫോട്ടോഷൂട്ട് പോലെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് അവരുടെ സന്തോഷം. രണ്ട് പേരും ക്രിസ്മസ് പപ്പിയായി ഹാപ്പി ക്രിസ്മസ് എല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. അപ്പം നമ്മൾ ഇങ്ങനെയൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മാത്രമല്ല, ഫൈനൽ ലുക്കല്ല കേട്ടോ, ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെയും ഒക്കെ ഹാങ്ങിങ്സ് വെച്ച് അറേഞ്ച് ചെയ്തതാണ്. ഇനി നമുക്ക് കുറച്ചും കൂടി ചെയ്യാനുണ്ട്. ഇതിനകത്ത് ലൈറ്റിങ്സൊക്കെ പിടിപ്പിക്കാനുണ്ട്. പിന്നെ ഇതിൻ്റെ പുൽക്കൂടിൻ്റെ ഉള്ളിൽ വേറെ കുറച്ച് ആനിമൽസിനെയൊക്കെ വെക്കാൻ നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ ഇതാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ വീട്ടിൽ ക്രിസ്മസിനൊക്കെ വന്നിട്ടുണ്ടായി. അപ്പോൾ നമ്മൾ വീട്ടിലുണ്ടായിട്ടില്ല, നമ്മൾ ഡാൻസ് പ്രാക്ടീസിന് പോയ സമയത്ത് അവിടെ വന്നിട്ടുണ്ടായി ക്രിസ്മസ് പപ്പ. അപ്പോൾ ആ ടൈമിൽ നമ്മളെടുത്ത വീഡിയോ ആണ്. നമ്മളിത് ഓൾറെഡി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് നല്ലൊരു റീച്ച് കിട്ടിയിട്ടുണ്ടായി. അപ്പോൾ 2-3 ക്രിസ്മസ് പപ്പയൊക്കെ വീട്ടിൽ വന്നിട്ടുണ്ടായിനി. അപ്പോൾ ഇതാ രണ്ടാമത്തെ ക്രിസ്മസ് പപ്പിയും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വീഡിയോ കൂടി ഞാൻ വെറുതെ ഇതിൽ ഉൾപ്പെടുത്തിയതാണ്. കഴിഞ്ഞ ദിവസം വീണ്ടും 2-3 ദിവസമായിട്ട് ഇങ്ങനെ ക്രിസ്മസ് പപ്പ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള അറേഞ്ച്മെൻറ്റ്സൊക്കെ നമ്മൾ ഓരോ ദിവസം ഘട്ടം ഘട്ടമായിട്ടാണ് കേട്ടോ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഫിനിഷിങ് വർക്കിലെത്തി. നമ്മൾ ഇതിൻ്റെ അകത്ത് ഡെക്കറേഷൻസൊക്കെ വെച്ചു, ലൈറ്റിങ്സൊക്കെ പിടിപ്പിച്ചു. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് കൂടെ. നല്ല സൂപ്പറായിട്ട് ദൂരത്ത് നിന്ന് കാണാൻ നല്ല രസമുണ്ടായിനി. അപ്പോൾ ഇന്നും ക്രിസ്മസ് പപ്പ വീട്ടിൽ വന്നിട്ടുണ്ടായിനി. അപ്പോൾ നമ്മുടെ ക്രിസ്മസ് കൂടെ നല്ല സെറ്റായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തു, നക്ഷത്രേനെ ക്രിസ്മസ് പപ്പയൊക്കെ ആക്കി ചുമ്മാ നമ്മൾ വീഡിയോ എടുത്തു. ക്രിസ്മസ് പപ്പയായിട്ട് വരുന്ന പോലെ നമ്മൾ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിനി. അപ്പോൾ ഇത് നമ്മൾ നക്ഷത്രക്കുട്ടീനെ റെഡിയാക്കിയിട്ടുണ്ട് ക്രിസ്മസ് പപ്പിയായിട്ട്. അപ്പോൾ ഇത് നക്ഷത്രക്കുട്ടി ഇതാ കണ്ട റെഡിയായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ നക്ഷത്രക്കുട്ടി ഇതാ കരോൾ പാട്ടെല്ലാം പാടി ക്രിസ്മസ് പപ്പിയായിട്ട് തുള്ളി തുള്ളി വീട്ടിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ക്രിസ്മസ് കൂടെ. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് കാഴ്ചകളൊക്കെ ഇത്രയേ ഉള്ളൂ. നമ്മുടെ മക്കളൊക്കെ വെച്ച് നമ്മൾ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ ക്രിസ്മസ് പപ്പ വന്നിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നമ്മൾ നക്ഷത്രേനും നേടിയും ക്രിസ്മസ് പപ്പനൊക്കെ വെച്ച് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. മൂന്നാളും കൂടി തുള്ളു മൂന്നാളും തുള്ളു. അപ്പോൾ നമ്മൾ കരോളിൻ്റെ ഡ്രംസ് എല്ലാം നെയ്തിട്ടും ചുമ്മാ കൊട്ടി നോക്കി. പിന്നെ അവരുടെ കൂടെ ചുമ്മാ വീഡിയോ ഒക്കെ എടുത്ത് തുള്ളുന്നൊക്കെ വീഡിയോ എടുത്തു. കുട്ടികൾക്ക് അതെല്ലാവരും സന്തോഷം നല്ല രീതി എടുത്തു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ വീഡിയോ ഒക്കെ കാണുന്ന എല്ലാ ആൾക്കാർക്കും ഹാപ്പി ക്രിസ്മസ്. നമ്മുടെ കുറേ ദിവസത്തെ ഒരു 3-4 ദിവസത്തെ എഫേർട്ടാണ് ഈ ക്രിസ്മസ് ട്രീയും നമ്മുടെ വലിയ സ്റ്റാറും പിന്നെ ഈ ക്രിസ്മസ് കൂടും ഇതിൽ നമ്മൾ ചെയ്തിട്ടുള്ള മാലാഖയൊക്കെ നമ്മൾ ക്ലേ വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫൈനലായിട്ടുള്ള ഒരു ലുക്ക് കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തന്നിട്ട് നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഒന്നും കൂടി എല്ലാവർക്കും ഹാപ്പി ക്രിസ്മസ്. Thank you.